നിങ്ങളുടെ വീട്ടിൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇന്നത്തെ വീഡിയോ കാണണം കേട്ടോ. കാരണം ഞാൻ ഇന്ന് 4 അടിപൊളി പ്രൊഡക്ട്സ് ആണ് പരിചയപ്പെടുത്താൻ പോണ. അത് നിങ്ങളുടെ വീട്ടിൽ വാഹനം ഉണ്ടെങ്കിൽ മസ്റ്റ് ബൈ ആയിട്ടുള്ള ഐറ്റോ. കാരണം ഭയങ്കര യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇത് കൂടാണ്ട് ഇത് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ എന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിച്ചേക്കണം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്, അഗാറോയുടെ പോർട്ടബിൾ ടയർ ഇൻഫ്ലേറ്റർ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് പോക്കറ്റിലൊക്കെ കൊണ്ടുകിടക്കാം. ഇത് യൂസ് ചെയ്ത് നമ്മുടെ കാറിന്റെ എയർ ഫില്ല് ചെയ്യാം, അതുപോലെ തന്നെ ബൈക്കിന്റെ ഫില്ല് ചെയ്യാം, സൈക്കിളിന്റെ ഫില്ല് ചെയ്യാം, ഈവൻ ഫുട്ബോളിന്റെ വരെ നമുക്ക് കാറ്റടിക്കാം ഗൈസ്. അടിപൊളിയല്ലേ? ഇത് പോരാത്തതിന് നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ ഫോണിൽ ചാർജ് ചെയ്യാം, ലൈക്ക് എ പവർ ബാങ്ക്. അപ്പൊ ഗൈസ്, ഇനി ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് ഇതിന്റെ അകത്ത് എന്തൊക്കെ നമുക്ക് കിട്ടുമോ നോക്കാം. ആദ്യം തന്നെ ഇതാണ് ഗൈസ് നമ്മുടെ പ്രൊഡക്റ്റ്. കണ്ട, ഇത് കറക്റ്റ് ഒരു പവർ ബാങ്കിന്റെ ഒക്കെ അത്ര ഉള്ളു. അഗാരോ എന്നും പറഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് വേറെ സാധനമുണ്ട്. ഇത് നമുക്ക് തുറക്കുമ്പോൾ ഇതിന്റെ യൂസർ മാനുവലും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു പൗച്ച് ഉണ്ട്, ഒരു USB കേബിൾ ഉണ്ട്, പിന്നെ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കേബിൾ ഉണ്ട് കേട്ടാ. ഇത് സിമ്പിൾ ആയിട്ട് ഇത് ചേർത്തിട്ട് വേണം നമുക്ക് കാറ്റടിക്കാൻ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഗൈസ് നമുക്ക് ഇതിന്റെ അകത്ത് കിട്ടുന്നത്. അപ്പൊ ഗൈസ്, ഇത് എങ്ങനെയാണ് ഓൺ ആക്കണം എന്ന് വെച്ചാൽ ഇവിടെ നടുക്കായിട്ട് ഒരു ബട്ടൺ ഉണ്ട്. അതിങ്ങനെ ഞെക്കി പിടിക്കുമ്പോൾ തന്നെ ഇവിടെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. കണ്ട, അതിനുശേഷം നമുക്ക് നോക്കുവാണെങ്കിൽ കണ്ട ഇവിടെ ബാറ്ററിയുടെ പെർസെന്റേജ് എത്ര ചാർജ് ഉണ്ടെന്നൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. പിന്നെ ഈ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റിന്റെ ഒരു ബട്ടൺ ഉണ്ട്, ദാറ്റ് ഈസ് ഒരു സൂര്യന്റെ പോലത്തെ പടം. അത് ഞെക്കുവാണെങ്കിൽ കണ്ട ഇവിടെ നമുക്ക് ടോർച്ച് പോലെയൊക്കെ ഇത് യൂസ് ചെയ്യാം. ഒന്നുകൂടെ ഞെക്കുവാണെങ്കിൽ അത് റെഡ് കളർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തിരിക്കും. അത് നൈസാണ് കേട്ടോ. രാത്രി ഇരുട്ടത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. റൈറ്റ് സൈഡിൽ ഏറ്റവും അറ്റത്ത് നോക്കുവാണെങ്കിൽ ഇപ്പൊ കാറിന് വേണ്ടിയിട്ടുള്ള പ്രഷർ, ഒന്നുകൂടെ ഞെക്കുവാണെങ്കിൽ ഇപ്പൊ സൈക്കിളിന് വേണ്ടിയിട്ടുള്ള പ്രഷർ, ബൈക്കിന് വേണ്ടിയിട്ടുള്ള പ്രഷർ, അതുപോലെ തന്നെ ഫുട്ബോളിന് വേണ്ടിയിട്ടുള്ള പ്രഷർ, ഇതെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച രീതിക്ക് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് മാനുവലി ഇവിടെ പ്ലസും മൈനസും ഉണ്ട്. അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഞെക്കി ഇത് അഡ്ജസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ പൊക്കത്ത് നോക്കുവാണെങ്കിൽ 2 ഇതുണ്ട്, ടൈപ്പ് എ ഉണ്ട്, ടൈപ്പ് സി ഉണ്ട്. ടൈപ്പ് സിയിലോട്ട് നമ്മൾ കേബിൾ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഡിവൈസ് നമുക്ക് ചാർജ് ആക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ടൈപ്പ് എന്ന് നമ്മൾ ഫോണിലോട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോൺ ചാർജ് ആവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇതൊരു പവർ ബാങ്ക് ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നതാണ്. അടിപൊളിയല്ലേ? അപ്പൊ ഗൈസ്, ഇനി എങ്ങനെ നമുക്ക് നമ്മുടെ വണ്ടിയിലൊക്കെ കാറ്റടിക്കാന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെടുത്തേച്ച് ഈ ഓസ് ഉണ്ടല്ലോ, അത് ഇതിന്റെ ഈ ഒരു ഹോളിനകത്തോട്ട് കയറ്റി നമ്മളിങ്ങനെ തിരിച്ച് ഒന്ന് ടൈറ്റ് ആക്കണം. ഭയങ്കര സിമ്പിളാണ്. ഇത് വലിയ കാര്യമൊന്നുമില്ല. ഇത് നേരെ കറക്റ്റാക്കി സെറ്റാക്കിയതിന് ശേഷം നേരെ നമ്മൾ ഇപ്പൊ നമ്മുടെ ബെൻസിന്റെ ഈ ടയറിനകത്തോട്ട് ഇപ്പൊ എങ്ങനെ കാറ്റടക്കാന്ന് കാണിച്ചു തരാം. നേരെ ഗൈസ് ഇങ്ങനെ തിരിച്ച് നമ്മളിങ്ങനെ ടൈറ്റ് ആക്കിയതിന് ശേഷം ഇത്ര വേട്ടാ നേരെ ഇങ്ങനെ തിരിക്കുമ്പോൾ ടൈറ്റ് ആകും, അത്രേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ ഇതൊന്നും ഇങ്ങനെ ഓണാക്കിയാൽ മാത്രം മതി ഗൈസ്. സിമ്പിൾ സാധനമല്ലേ? ഇപ്പൊ 26.5 ഗൈസ് എയർ കയറാനുള്ളത് 25.5 26 കാരണം നമുക്കിത് തൂക്കിയിട്ടിട്ടൊക്കെ നമുക്ക് അങ്ങോട്ട് പോയി തന്നെ അതിന്റെ എയറും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് നിന്നോളൂ. കേട്ടോ ഗൈസ്, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടാ. വെറും 2 മിനിറ്റ് എടുത്തുള്ളൂ ഇത് ഈ പറഞ്ഞ ഇത്ര പ്രഷർ പോയിന്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഭയങ്കര ഹാൻഡി ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട്. ഇത് പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാം, അറ്റ് ദ സെയിം ടൈം നമുക്ക് കാറ്റ് പിടിക്കാം. വലിയ പമ്പും കാര്യങ്ങളൊന്നും പിടിച്ചിട്ട് പോകണ്ട. ഈ സാധനം മാത്രം നമ്മൾ വണ്ടിയുടെ പോക്കറ്റിൽ എവിടെ വേണമെങ്കിലും വെച്ചിട്ട് പോകാം. അപ്പൊ ബോയ്സ് ആൻഡ് ഗേൾസ്, അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അഗാരയുടെ ഒരു വാക്വം ക്ലീനർ ആണ്. ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസ് ആണ് കേട്ടോ നമുക്ക് ശരിക്കും. ഇല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ആൾക്കാരെ വിളിച്ച് കുറെ പൈസ കൊടുത്തേച്ച് നമ്മൾ ഈ വണ്ടിയുടെ ആകമൊക്കെ എപ്പോഴും ഇന്റീരിയർ ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ടി. ഇതാകുമ്പോൾ കുഴപ്പമില്ല, ഭയങ്കര ചെറുതുമാണ്, ഹാൻഡിയാണ്, അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് യൂസും ചെയ്യാം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് കേട്ടാ. വലിച്ച് കീറിയ എടുത്തിട്ടുണ്ട്. ഭയങ്കര നല്ല രസമാണ് സാധനം കാണാൻ തന്നെ. നല്ല ഫിനിഷിലാണ് ഇവർ ബിൽഡ് ചെയ്തിരിക്കണം സംഭവം ഉണ്ടോ, ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ നോക്കാൻ പറയാം, ഇതൊരു കോഡ്ലെസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു 3-4 മണിക്കൂർ നമ്മൾ ഇത് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ കൂടുതലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. വണ്ടിയുടെ അകത്ത് മൊത്തം അഴുക്ക് നമുക്കിങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടാ. അപ്പൊ ഇതിന്റെ കൂടെ നമുക്കൊരു സ്മോൾ സൈസ് നോസിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മൾട്ടി പർപ്പസ് ബ്രഷ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു വലിയൊരു ഓസ് ഉണ്ട്, അത് വളച്ചും തിരിച്ചുമൊക്കെ നമുക്ക് നമ്മുടെ കൈ കയറ്റാത്ത സ്ഥലത്തോട്ടൊക്കെ ഇതങ്ങ് കയറ്റി വെച്ച് നമുക്ക് അഴുക്കും കാര്യങ്ങളൊക്കെ സക്കി എടുക്കാൻ പറ്റും. പിന്നെ ഒരു അഡാപ്റ്റർ കിട്ടിയിട്ടുണ്ട്, ബാഗും കൂടെ ക്യാരി ബാഗ് പോലത്തെ ഒരു കേസും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. അതുപോലെ തന്നെ ഇത് ഓണാക്കണേ ഓഫ് ആക്കണൊക്കെ ഇവിടെ ബട്ടൺ ഉണ്ട്. ഫ്രണ്ടോട്ട് കഴിഞ്ഞാൽ ഓൺ ആവും കണ്ട. അപ്പൊ ഒച്ച കേൾക്കും,
അതുപോലെ തന്നെ ബാക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ആവും. അതുപോലെ തന്നെ ഫ്രണ്ടോട്ട് വെക്കുമ്പോൾ ഇതിന്റെ ബാറ്ററി പെർസെന്റേജ് എത്രയാണ് ഇവിടെ ഇങ്ങനെ 4 ബാർ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റും. ഇത് ഓണാക്കി കഴിഞ്ഞിട്ട് പിന്നെ അത് ഇങ്ങനെയൊക്കെ അഴുക്കൊക്കെ നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കാന്ന് കേട്ടാ. ഭയങ്കര സിമ്പിൾ ആണ്. ഇതിന്റെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഈ ഒരു ഗ്ലാസിന്റെ അകത്തോട്ടാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അഴുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റും, ഇത്ര അഴുക്ക് നിറഞ്ഞ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ മൗത്തിൽ കൂടെയാണ് ഇതിങ്ങനെ വലിച്ചെടുക്കണതും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് നമുക്ക് ഊരിയെടുക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. ഇവിടെ ഈ ഒരു റൗണ്ട് ഉണ്ട്, അതെപ്പിടി ഞെക്കി കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ട് അങ്ങ് ഊരിയെടുക്കാം. കണ്ട സിമ്പിൾ സാധനമല്ലേ. ഓക്കെ, അതേപോലെ തന്നെ ഇതിനകത്തൊരു ഫിൽറ്ററും കൂടെ ഉണ്ട്, അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഊരിയെടുക്കാം. അതിനകത്ത് നിറയെ പൊടിയും ഡസ്റ്റും ഒക്കെ ഓവറായിട്ട് ഫില്ല് ആവുകയാണെങ്കിൽ ഇതെടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ സാധനം നമുക്ക് ക്ലീൻ ചെയ്ത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇത് കയറ്റാനും സിമ്പിളാണ്. ഇതേ ഈ ബട്ടണിൽ ഞെക്കി വെച്ചും കറക്റ്റായിട്ട് ഇതേ ഇങ്ങനെ സെറ്റ് ചെയ്താൽ മതി. പിന്നെ ഓണാക്കി വെച്ചു നമുക്ക് ഇങ്ങനെയൊക്കെ ഈ അഴുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കാം. പിന്നെ ഈ കേബിൾ ഉണ്ടല്ലോ ഗൈസ്, ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ വണ്ടിയുടെ അകത്തൊക്കെ ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ കൈയൊന്നും ചില സ്ഥലത്ത് നമ്മുടെ എത്തത്തില്ല. അവിടെയൊക്കെ നമുക്ക് ഈ ഓസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ AC വെന്റിന്റെ അകത്ത് വേണമെങ്കിൽ കയറ്റാം, അല്ലാണ്ട് നമ്മുടെ കൈ എത്താത്ത സ്ഥലത്ത് നോക്കാം. പിന്നെ ഗൈസ് ഈ മൾട്ടിപ്പർപ്പസ് ബ്രഷ് ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് പല സ്ഥലത്തും ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യാം. എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, ഭയങ്കര ഹാൻഡി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾ വാങ്ങണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മുടെ വണ്ടിയുടെ അത് എപ്പോഴും അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് നോക്കണം. കാരണം അത് പെട്ടെന്ന് അഴുക്കാവും. നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ അകത്തുനിന്ന് കയറണം, കൂടുതൽ പൊടിയാണെങ്കിലും മണ്ണാണെങ്കിലും ഒക്കെ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് അത് ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ അഗാരോയുടെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. ഇതിന്റെ പാക്കേജിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു യൂസർ മാനുവൽ, അതുപോലെ തന്നെ ഒരു മോണിറ്ററിംഗ് യൂണിറ്റ്, 4 സെൻസേഴ്സ്, 4 ബോൾട്ട്, പിന്നെ ഒരു സ്പാനറും ഡബിൾ സൈഡ് സ്റ്റിക്കർ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഗൈസ് നമ്മുടെ മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെ ഫ്രണ്ട് സൈഡിൽ നോക്കുവാണെങ്കിൽ ഒരു കിഡുമായിട്ട് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. മുകളിലായിട്ട് ഒരു സോളാർ പാനലും 3 കൺട്രോൾ ബട്ടണും ഒക്കെ ഉണ്ട്. പിന്നെ സൈഡിൽ നോക്കുമ്പോൾ ഒരു USB പോർട്ട് കാണാം. ഈ USB വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിവൈസ് ചാർജ് ചെയ്യണത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് സോളാർ വെച്ചിട്ട് വേണമെങ്കിൽ ഇത് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ സോളാർ വെച്ചിട്ട് ചാർജ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു സൂര്യന്റെ സിമ്പിൾ ഇതിന്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞു വരുവേ. അപ്പൊ ഗൈസ് നമുക്ക് ഇവിടെ 4 സെൻസേഴ്സ് ആണ് കിട്ടുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ പറയാം ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, അതുപോലെ തന്നെ റിയർ റൈറ്റ്, റിയർ ലെഫ്റ്റ്, ഇവിടെ മാർക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ബാറ്ററി എന്ന് പറഞ്ഞാൽ ബട്ടൺസ് എല്ലാം ഇത് 1 വർഷം കഴിയുമ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യണം. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഗൈസ് നമ്മുടെ സെൻസർ ഫിറ്റ് ചെയ്യണതിന് മുമ്പ് തന്നെ നമ്മുടെ 3 ബട്ടൺസ് ഉണ്ടല്ലോ, അതിലെ നടുക്കത്തെ ബട്ടൺ ഒരു 3 സെക്കൻഡ് ഇങ്ങനെ ഞെക്കി പിടിക്കണം. അതിനുശേഷം ലെഫ്റ്റ് ബട്ടൺ ഒരു 8 ടൈംസ് പ്രസ് ചെയ്യണം. അപ്പൊ ഇതൊരു പെയറിംഗ് മോഡിലോട്ട് പോകും. അതിനുശേഷമാണ് ഈ സെൻസേഴ്സ് എല്ലാം നമ്മുടെ ടയറിലോട്ട് ഫിറ്റ് ചെയ്യേണ്ട. പിന്നെ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോൾട്ട് കാര്യങ്ങളുണ്ടല്ലോ അത് എന്തായാലും യൂസ് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ ആൾക്കാരെ എപ്പോൾ ഇത് കട്ടണ്ട് പോയെന്ന് പറഞ്ഞു വെച്ചാൽ മതി ഗൈസ്. അങ്ങനെ ഗൈസ് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടയറിനകത്തുള്ള എയർ പ്രഷറും കാര്യങ്ങളൊക്കെ തന്നെ ഇത് ഡിറ്റക്ട് ചെയ്ത് എത്ര ഉണ്ടെന്ന് ഇത് കാണിക്കുന്നതാണ്. ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെൻട്രലിലെ ബട്ടൺ 3 ടൈംസ് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഗൈസ് മെഷർമെന്റും കാര്യങ്ങളും ഇവിടെ സെലക്ട് ചെയ്യാം. നമുക്ക് PSI അല്ലെങ്കിൽ ബാർ എന്ന രീതിക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഗൈസ് ഇവിടെ ഒരു ലോവർ എയർ പ്രഷറും കൂടെ സെറ്റ് ചെയ്യണം. കാരണം എയർ എങ്ങനെ കുറയുവാണെങ്കിൽ ഇത് അലാറം അടിച്ച് നമ്മളെ അറിയിക്കുന്നതാണ്. കണ്ട ഗൈസ്, അപ്പൊ നമ്മുടെ വണ്ടിയുടെ ടയർ പ്രഷറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ സ്ക്രീനിൽ തെളിഞ്ഞ് കാണും എത്ര ടയർ പ്രഷർ ഉണ്ട് കാര്യങ്ങളല്ല. അപ്പൊ ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടയറിന്റെ ലൈഫിനെയൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഗൈസ് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചീപ്പാണ്, ഭയങ്കര വലിയ റേറ്റ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ കമ്പനി ആണെങ്കിൽ 1 ഇയർ വാറന്റി കാര്യങ്ങളൊക്കെ തരും. അപ്പൊ ഇത് വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. വണ്ടിയുള്ളവരൊക്കെ എന്തായാലും ഇത് വാങ്ങാനേ ഞാൻ പറയത്തുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആയ അഗാരോയുടെ ഹൈ പ്രഷർ വാഷർ കേട്ടോ. ഇത് കൊണ്ടിട്ട് നമുക്ക് വണ്ടിയൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാം. അഴുക്കളൊക്കെ തെറിച്ചു വണ്ടി മാത്രമല്ല, ഈവൻ ഫ്ലോർ എന്ത് ഐറ്റം വേണമെങ്കിലും ഇതിന്റെ പ്രഷർ കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പൊ ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാ. ഇത് കുറെ ഐറ്റം ഉണ്ട് ഗൈസ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പൊ ഗൈസ് നമുക്ക് ഈ ഒരു പാക്കേജിനകത്ത് ഒരു സ്പ്രേ ഗൺ, അതുപോലെ തന്നെ ഒരു 5 മീറ്ററിന്റെ ഔട്ട്ലെറ്റ് ഹോസ്, 3 മീറ്റർ ഇൻലെറ്റ് ഹോസ്, ഇൻലെറ്റ് കണക്ടർ, പിന്നെ അതുപോലെ ഇൻലെറ്റ് ഫിൽറ്റർ, ഫോം ബോട്ടിൽ, ടാപ്പ് കണക്ടർ, ബക്കറ്റ് ഫിൽറ്റർ, ടർബോ നോസിൽ, അഡ്ജസ്റ്റബിൾ നോസിൽ, പിന്നെ ഒരു എക്സ്റ്റൻഷൻ. ഇതെന്ന് പറഞ്ഞാൽ നോസിലും കാര്യങ്ങളിലും ഗണ്ണിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്റ്റൻഷൻ. കൂടാതെ നമുക്ക് 2 വീൽസ് കിട്ടുന്നതാണ്, ഒരു ഹാൻഡിൽ, ഒരു ഓർഗനൈസർ, അതുപോലെ തന്നെ 2 സൈഡ് ഹാൻഡിൽസ്, ചെറിയൊരു പിന്നും, പിന്നെ ഒരു യൂസർ മാനുവലും കിട്ടും ഗൈസ്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ അഗാരോയുടെ ഗ്രാൻഡ് കാർ വാഷർ. ഹെവി ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ബോഡിയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അഗാരോ എന്ന് ഒരു നെയിം അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ താഴത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റുന്ന ഓൺ ഓഫ് ബട്ടൺ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. ദാറ്റ് ഈസ് ഒരു സ്വിച്ച് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം.
പിന്നെ അതിന്റെ താഴത്തായിട്ട് നോക്കുക, ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു പ്രഷർ വാട്ടർ ഔട്ട്ലെറ്റ് ഉണ്ട്. അതിന്റെ സൈഡിൽ തന്നെ മൂവബിൾ ആയിട്ടുള്ള ഒരു അൺലോക്കറും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ബാക്ക് സൈഡിലോട്ട് നോക്കുമ്പോൾ ഇൻലെറ്റ് പോർട്ട് കാണാൻ പറ്റും. പിന്നെ ഒരു പവർ കോഡും കാണാം. അതെന്ന് പറഞ്ഞാൽ 5 മീറ്റർ ലെങ്ത് ആണ് അതിനകത്തുള്ളത്. അപ്പോൾ ഗൈസ് ഇതിന്റെ വർക്കിംഗ് മെക്കാനിസം നമുക്ക് നോക്കാം. ഇപ്പൊ പ്രഷർ ഗണ്ണിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിലൊരു ലോക്ക് സിസ്റ്റം ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു ട്രിഗർ ഉണ്ടല്ലോ, അതിന്റെ താഴത്തായിട്ട് ഒരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ട്രിഗർ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അത് എന്തായാലും സേഫ് ആണ്. പിന്നെ ഗൈസ് പ്രഷർ ഗണ്ണിൽ നമ്മൾ നോസിൽ ഫിറ്റ് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് ഒരു എക്സ്റ്റൻഷൻ എടുത്ത് ആദ്യം ഫിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നോസിലും കാര്യങ്ങളും ഇതിലോട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എക്സ്റ്റൻഷന്റെ അറ്റത്തായിട്ട് ഒരു ഓറഞ്ച് ബട്ടൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് നമുക്ക് റിമൂവ് ഒക്കെ ചെയ്യാൻ പറ്റും നോസിലും കാര്യങ്ങളൊക്കെ. അടുത്തായിട്ട് ഗൈസ് നമുക്ക് കാർ വാഷറിന്റെ പുറകിലായിട്ട് ഓർഗനൈസർ ഫിറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 2 സ്ക്രൂ ഒക്കെ എടുത്ത് വെച്ച് 2 സൈഡിൽ ആദ്യം നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം. ഇതിന് നമ്മൾ സ്ക്രൂ നമ്മൾ യൂസ് ചെയ്യണം. 4 സ്ക്രൂ ഈ ഒരു പാക്കേജിന്റെ അകത്ത് തന്നെ നമുക്ക് കമ്പനി തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഗൈസ് 2 വീൽസ് തരുന്നുണ്ട്. നല്ല പ്രഷർ ഉപയോഗിച്ചിട്ട് വേണം വീല് പ്രസ് ചെയ്ത് വെക്കാൻ. ഇത് വെച്ചിട്ട് നമുക്ക് ഉന്തിക്കൊണ്ട് നടക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അടുത്തായിട്ട് ഗൈസ് കാർ വാഷറിന്റെ 2 സൈഡിൽ നമുക്ക് ഹാൻഡിൽസ് ഫിറ്റ് ചെയ്യാം. അത് ഭയങ്കര സിമ്പിൾ ആണ്. ഇനി ഗൈസ് നമ്മുടെ പ്രഷർ ഹോസ് എടുത്ത് വെച്ച് ഫ്രണ്ടിലെ പ്രഷർ വാട്ടർ ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ അവിടെ പ്രസ് ചെയ്യണം. ബാക്ക് സൈഡിലാണെങ്കിൽ ഇൻലെറ്റിന്റെ പോർട്ട് ഉണ്ടല്ലോ അതിന്റെ ഭാഗത്ത് ഇൻലെറ്റ് ഫിൽറ്റർ ഫിറ്റ് ചെയ്ത് നമ്മൾ വെക്കണം. എന്നിട്ട് ഇൻലെറ്റ് ഹോസിന്റെ ഒരറ്റത്ത് കണക്ടർ ഫിറ്റ് ചെയ്യണം. അതർ സൈഡിൽ നമുക്ക് ബക്കറ്റ് ഫിൽറ്റർ അല്ലെങ്കിൽ ടാപ്പ് കണക്ടർ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് ഗൈസ് ഇൻലെറ്റ് ഹോസ് കണക്ടറിന്റെ പാർട്ട് ഉണ്ടല്ലോ അത് കാർ വാഷിലോട്ട് ഫിറ്റ് ചെയ്യണം. അതിനകത്ത് ഒരു ഓറഞ്ച് പാർട്ട് ഉണ്ട്. അത് ബാക്കിലോട്ട് ഇങ്ങനെ വലിച്ച് ഞെക്കി വെച്ചിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. എന്നിട്ട് പ്രഷർ ഹോസിന്റെ മറ്റേ പാർട്ട് ഉണ്ടല്ലോ അത് നമ്മുടെ പ്രഷർ ഗണ്ണിലോട്ട് പ്രസ് ചെയ്യണം. അതുപോലെ സൈഡിൽ തന്നെ ഒരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രഷർ ഹോസ് റിമൂവ് ചെയ്യാനും ഭയങ്കര സിമ്പിൾ ആയിട്ട് പറ്റും. ഗൈസ് അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങി നോക്കാം. കണ്ട സംഭവം റിട്ടേൺ അടിക്കും ഇങ്ങോട്ട്. നമ്മൾ കണ്ട കണ്ട് റോക്കറ്റ് ഒക്കെ പറക്കണ പോലെ പോകുന്നു. ഓ പൊളിയ അച്ഛന്റെ സ്കൂട്ടി ഉണ്ട്. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ഇവിടെ പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇതേ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചാൽ പറ്റും. ഇതാകുമ്പോ വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് വേണമെങ്കിൽ ഈ വണ്ടിയുടെ ഇവിടെയൊക്കെ അധികം അഴുക്കില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ സാധനം വെച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യണം. ഈ ചില്ലൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ കണ്ട നല്ല പവർ അഴുക്കുവാണെങ്കിൽ ഈ ഒരു പോയിന്റ് പോലെ സാധനം ഉണ്ട്. ഇതൊക്കെ അടിച്ച് നിർത്തുവാണോ ഇത്. പുല്ലൊക്കെ ക്ലീൻ ചെയ്യാനാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് ഫോമും കാര്യങ്ങളൊക്കെ വെച്ച് നിറച്ച് നോക്കാം. ഒറ്റയടിക്കാനായിട്ട് ഷാമ്പൊക്കെ അപ്പോൾ ഗൈസ് ഇത്രയും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ ഇതെല്ലാത്തിൻ്റെ വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്. അടിപൊളി പ്രൊഡക്ട്സ് ആണ്. നിങ്ങളുടെ വീട്ടിൽ കാറാ വാഹനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതെന്തായാലും മസ്റ്റായിട്ട് വാങ്ങേണ്ട സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ പോയി വാങ്ങാൻ ഞാൻ പറയുന്നത്. ബൈ.